നീ നിന്നെ ഫോൺ വഴിയെ വിളിക്കണ, നീ കുണ്ണായ്മ എടുക്കണ്ട. നീ മറ്റേ സാധനത്തിന്റെ ഫോട്ടോ എടുക്കുന്ന എന്റെ മേത്ത് തൊടാൻ നിങ്ങൾക്ക് ഒരു അവകാശമില്ല. നീ കുണ്ണായ്മ എടുക്കാൻ അങ്കമാലി വന്നേക്കണം. എന്ത് അങ്കമാലി എന്താ? സ്റ്റാൻഡിലല്ലോ നീ അഭ്യാസം. ഞാനൊരു സ്റ്റാൻഡിലും വന്നല്ല, ഞാനൊരു സ്റ്റാൻഡിലും വന്നല്ല. നീ ഇവിടുന്ന് ഓട്ടോ ഏത് വഴിയും പോക്കോ, ഞങ്ങൾക്ക് ഇവിടെ വിഷയമല്ല. നീ നിന്നെ ഫോൺ വഴിയെ വിളിക്കണ, നീ കുണ്ണായ്മ എടുക്കണ്ട. നീ മറ്റേ സാധനത്തിന്റെ ഫോട്ടോ എടുക്കുന്ന എന്റെ മേത്ത് തൊടാൻ നിങ്ങൾക്ക് ഒരു അവകാശമില്ല. വെറുതെ ചേട്ടാ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഒരാളെ ആക്രമിച്ചു കഴിഞ്ഞാൽ എന്താ വരാൻ പോണെന്ന് ഞാൻ പറയണില്ല. ഞാന് ശരീരത്തിൽ തൊട്ടിട്ടുള്ള ഒരു വർത്താനം കൂടെ വേണ്ട. ശരീരത്തിൽ തൊട്ടിട്ടുള്ള ഒരു വർത്താനം കൂടെ വേണ്ട. എന്റെ ശരീരത്തിൽ തൊടാനൊന്നും പറ്റൊന്നുമില്ല. നിങ്ങൾക്ക് അതിന് ആരും തന്നല്ല. നിങ്ങൾ വർത്താനം പറഞ്ഞോ, വർത്താനം പറയാ, അങ്ങനെ നീങ്ങിന്ന് വർത്താനം പറയാ. എന്റെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാ നിങ്ങൾക്ക് അറിയാല, നടക്കണ പ്രശ്നങ്ങൾ അറിയാല. എല്ലാ പ്രശ്നങ്ങളും അറിയാല, എല്ലാം അറിയാല. ഞാൻ സ്റ്റാൻഡിലല്ല, ഞാൻ എനിക്ക് ബുക്കിംഗ് വന്നിട്ട് ഇവിടെ വന്നേ. പിന്നെന്താ ഇവിടെ വന്ന ബുക്കിംഗ് ഈ KSRTC സ്റ്റാൻഡിൽ നിന്ന് വന്നേക്കണേ. അത് വരട്ടെ, ആള് വരട്ടേന്ന്. 8:10 അവര് ടൈം കൊടുത്താണ്. 8:10 ആവട്ടെ. നിനക്ക് പറഞ്ഞോടത്ത് നിന്നിട്ടാ എനിക്ക് പറഞ്ഞാണ് KSRTC സ്റ്റാൻഡിന് വേണ്ടിയതാ. എന്ത് നിങ്ങളാണ്? ഞാൻ പെർമിറ്റ് എടുത്ത് വണ്ടി ഓടുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. എനിക്ക് ഇതും ചരക്കാനല്ല, ഇത് ടാക്സി പെർമിറ്റ് കൊടുത്തിട്ട് എടുത്താണ് വണ്ടി. ഇത് എന്ത് സ്റ്റാൻഡില്? KSRTC സ്റ്റാൻഡിന്റെ അകത്താ വണ്ടി ഇറണ. എന്തിനു ചേട്ടൻ മാറണ? നിന്റെ ചെവിടിയാ മൂളിക്കുന്നത് നീ വണ്ടി. എന്റെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ചേട്ടനെ അറിയാം. ചേട്ടന്റെ പെർമിറ്റും ലൈസൻസ് അടക്കം കട്ടായി പോവും. വെറുതെ വേണ്ടാത്ത പണിക്ക് അത് കട്ടാക്കല്ല. എന്ത് തീർന്നേ? നിന്റെ ലാസ്റ്റ് ആഗ്രഹമായിരിക്കും. ആണാ? എന്താ കാണിക്കാൻ പോണേ?